ഹായ് ഹലോ അസ്സലാമു അലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? അപ്പം അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ നോമ്പ് ആകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മളെ മെഷീനൊക്കെ ഒന്ന് നന്നായി തുടച്ച് എണ്ണയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുക കേട്ടോ. കാരണം നോമ്പാകുമ്പോഴത്തേന് നനച്ചുള്ളിപ്പണിയൊക്കെ എടുക്കുമ്പോൾ തലയണ കവറുകളൊക്കെ നല്ലോണം ഇങ്ങനെ എണ്ണൻ്റെ മയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് നമുക്ക് പുതിയ തലയണ കവറുകൾ അങ്ങനെയുള്ളതൊക്കെ സംഭവങ്ങൾ കുറേ തയ്ക്കാനൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ വർഷവും അത് മാറ്റിങ്ങാണ്ട് പുതിയത് ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഈ കാണിക്കുന്നത് പഴയ നെയ്റ്റികളാട്ടോ. ഇങ്ങനെയല്ലേ ഈ ഉൾഭാഗത്തേക്ക് അതിൻ്റെ പുറത്തേക്കില്ല പ്രിൻറ്റുകളൊന്നും വരാത്ത നെയ്റ്റികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളി അടിപ്പാവാട അടിച്ചാട്ടോ. അതുകൊണ്ട് സൂപ്പറായിട്ട് അടിച്ചാൽ പിന്നെ ചില ആളുകൾക്ക് കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങണ അടിപ്പാവാടയൊക്കെ ഭയങ്കര കട്ടിയും കനമൊക്കെ ആയിട്ട് ഓൽക്കൊക്കെ ഇത് ഇടുമ്പോൾ പാവാട എല്ലാം ഇടും വേണം, പക്ഷേങ്കിൽ അവരെ കൊണ്ട് കഴിയൂല ഇങ്ങനെ കനല്ലതൊന്നും ഇടാൻ. ചില ഷാളുകൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഉള്ളവർക്കൊക്കെ നല്ല ഒരു ഉപകാരമാണ് കേട്ടോ. നമ്മളെ നെയ്റ്റികൾ കുറച്ച് കനം കുറഞ്ഞ നെയ്റ്റികളൊക്കെയാണ് എന്നുണ്ടെങ്കിലും കോട്ടൻ്റെ നെയ്റ്റികളൊക്കെയാണ് ചെയ്യുക. ഉൾഭാഗത്തിന് കളറൊന്നുമില്ല, അല്ല പ്രിൻ്റില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ ഈ പ്രിൻ്റ് എന്ന് വെച്ചെങ്കിൽ നമ്മളത് മറിച്ചിട്ടുങ്ങാണ്ട് തയ്ച്ചു കൊടുത്താൽ മതി. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ പാവാടൻ്റെ തുണി വാങ്ങി തയ്ക്കുമ്പോൾ അതിന് നല്ല തടിയും വണ്ണൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 5 പീസ് കട്ട് ഇങ്ങനെ ക്രോസാക്കി കട്ട് ചെയ്തുങ്ങാണ്ടൊക്കെയാണ് നമ്മൾ അത് തയ്ക്കുക. സാധാ ഇല്ല ഒരു പാകത്തെ വലിപ്പത്തിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 4 പീസ് വെച്ച് തയ്ച്ചാൽ മതി. പക്ഷേ ഇതിന് അതൊന്നും വേണ്ട. നമ്മളെ നെയ്റ്റിൻ്റെ 2 സൈഡ് ഭാഗം ഉണ്ടാവുമല്ലോ, നമ്മളെ ഈ നെഞ്ച് ഭാഗത്തിൻ്റെ അവിടെ ആയിട്ട് ഇങ്ങോട്ട് മുറിച്ചെടുത്തുങ്ങാണ്ട് അവിടെ അങ്ങോട്ട് മടക്കി കൊടുക്കുക. നേരെ മറിച്ചിട്ടുങ്ങാണ്ടാകണം കേട്ടോ. ഇനി പ്രിൻ്റ് വരുന്ന ഭാഗം ഉള്ളിക്കായി വരുന്നത് ശ്രദ്ധിച്ചുങ്ങാണ്ട് അങ്ങോട്ട് തയ്ച്ചാൽ മതി. നമ്മളെ മലപ്പുറം കിച്ചണിലില്ലാത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണിച്ചു തന്നീനു ഞാൻ. പക്ഷേ അതിൻ്റെയൊക്കെ മുമ്പ് തന്നെ തയ്ക്കലും ഒക്കെ ഇടലും ഒക്കെ ഉണ്ട്. പക്ഷേങ്കിൽ ഞാനത് വീഡിയോ ഒന്നും ആക്കിയിട്ടില്ല എന്നുള്ളൂ കേട്ടോ. ലൈലാത്ത ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഞാനും ചെയ്യണ പണിയാണല്ലോ എന്നിങ്ങനെ ഓർമ്മയായി ആ വീഡിയോ കണ്ടുകൊണ്ട് നിന്നപ്പോൾ കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ മെഷീൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മളിത് അയച്ചുങ്ങാണ്ട് നല്ലോണൊരു കോട്ടൻ്റെ തുണി എടുത്തുങ്ങാണ്ട് ആകെ ഒന്ന് തുടച്ചു കേട്ടോ. ഉള്ളു ഭാഗമൊക്കെ നമ്മൾ എണ്ണ കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് അതൊക്കെ പൊടിയൊക്കെ തുടച്ചെടുക്കണതാണ് ആദ്യം നല്ലത്. നല്ലോണം പൊടിയൊക്കെ തുടച്ചെടുത്തിട്ടാകണം നമ്മൾ എണ്ണ കൊടുക്കുന്നത്. എണ്ണ കൊടുക്കുമ്പോൾ നമ്മൾ പൊടി തുടക്കാതെ ആകുമ്പോൾ ആ പൊടിയും എണ്ണയും കൂടി അതിൽ കിടന്നുങ്ങാണ്ട് ഒന്നും കൂടി ഒരുമാതിരി ആകും. അപ്പം അതിലേറെ സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെഷീനെ ആദ്യം ചെരിച്ച് വെച്ചിട്ട് നല്ലോണം ഒരു കോട്ടൻ്റെ തുണി എടുത്തുങ്ങാണ്ട് അതിൻ്റെ അടിഭാഗം നമ്മളിങ്ങനെ തയ്ക്കണ പല തുണികളും പല സൈസാക്കാരം. ചിലത് നമ്മൾ കോട്ടൻ്റെ തുണികളൊക്കെ കഞ്ഞി മുക്കിയ തുണികളേക്കാരം. അപ്പം അതിൻ്റെ ലൈനിങ്ങമ്മയൊക്കെ നല്ലോണം കഞ്ഞി ഉണ്ടാവും. അത് നമ്മളെ മെഷീൻ ഇങ്ങനെ അടിച്ചുമ്പോൾ ഇതിൻ്റെ ഈ സ്റ്റിച്ച് വീണ സ്ഥലത്ത് നല്ലോണം അതിൻ്റെ പൊടികളുണ്ടാവും. അത് നമ്മൾ നല്ലോണം വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എണ്ണ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ട മെഷീൻ്റെ ഓയിൽ തന്നെയാണ് കേട്ടോ അതിന് കൊടുക്കൽ. അപ്പോൾ അതൊക്കെ നല്ലോണം തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ അകവും പുറമൊക്കെ നല്ലോണം ഒരു തുണി എടുത്ത് ഞാൻ നല്ലോണം തുടച്ചെടുത്തു. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മെഷീൻ എണ്ണ കൊടുക്കുന്ന ദിവസം തന്നെ നമ്മൾ അതിന്മേൽ തയ്ക്കാതിരിക്കണതാട്ടോ നല്ലത്. കാരണം എന്താ വെച്ചാൽ കുറച്ച് സമയം നമ്മളതിന് റെസ്റ്റ് കൊടുത്തിട്ട് പിന്നീട് തയ്ക്കുകയാണ് നല്ലത്. ഈ തുണിമെന്നും എണ്ണമയങ്ങളൊന്നും വരാതിരിക്കാനും മെഷീനായ എണ്ണ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കുറച്ച് സമയം വെച്ച് കഴിഞ്ഞാലും ഈ മെഷീന് നല്ലൊരു സുഖമാണ് നമുക്ക് തയ്ക്കാൻ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ ഇതിനും എണ്ണ കൊടുക്കുകയാണ്. എന്നും ഒന്നും എണ്ണ കൊടുക്കലില്ല. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ള എണ്ണ കൊടുക്കൽ. എപ്പോഴും എണ്ണ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിങ്ങനെ അടിച്ചുമ്പോൾ
പിന്നെ നമുക്ക് തന്നെ തോന്നും ഇതിപ്പോൾ കുറച്ച് ടൈറ്റായി വരുന്നുണ്ട് എന്ന്. അത് നമുക്ക് തന്നെ അങ്ങോട്ട് സ്ഥിരമായി അടിച്ചവൾക്കൊക്കെ മനസ്സിലാവും എണ്ണ കൊടുക്കാനായിക്കണമെന്ന്. അങ്ങനത്തെ സമയങ്ങളിൽ മാത്രം എണ്ണ കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ഈ സാധനം അയച്ചെടുക്കുമ്പോൾ നമ്മൾ അയച്ചെടുത്തുങ്ങാണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെയാണ് നൂല് കുടുങ്ങി നല്ലോണം ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ നമ്മൾ അയച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ട് തന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മേലെന്ന് സൂചിനെ നല്ലോണം അതിൻ്റെ പിന്നെ അവിടെ ഒരു ചെറിയൊരു ഓട്ടുണ്ടാവുമല്ലോ, അതിക്ക് തന്നെ വീണുണ്ടോ സൂചിയും നോക്കിയിട്ടൊക്കെ വേണം അത് മുറുക്കാൻ കേട്ടോ. അറിയുന്ന ആൾക്കാർക്കല്ല ഞാൻ ഈ വീഡിയോ ചെയ്യണത്, അറിയണോലൊക്കെ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. പുതിയ ആളുകളൊക്കെ ഉണ്ടാവും തയ്യൽ, പിന്നെ പഠിച്ചാതെ തന്നെ പിന്നെ യൂട്യൂബിൽ നിന്നൊക്കെ കണ്ടുങ്ങാണ്ടൊക്കെ അവനാൻ്റെ വീട്ടിലുള്ള കുട്ടികൾക്കും നമ്മളെ സാധാരണ നൈറ്റികൾ അതേപോലെ ചുരിദാറൊന്ന് മേലടിച്ചാനൊക്കെ പറ്റാം അങ്ങനെ വിചാരിച്ചങ്ങാണ്ട് മെഷീൻ വാങ്ങിയവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ വേണ്ടിയാണ്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പഴയ തുണി എടുത്തുങ്ങാണ്ട് ഒരു 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തയ്ച്ച് കൊടുത്ത് പിന്നെ നൂലൊന്നും ഇടാതെ തയ്ച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അതിന്മേലെ എണ്ണൻ്റെ അതൊക്കെ ആ തുണിമ്മ പോന്നോളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ സൂചി കോർക്കുക. സൂചി കോർക്കാൻ നൂല് കോർക്കണതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മൾ മെഷീൻ പല വിധം ഉണ്ടല്ലോ. അപ്പോൾ ഇത് സാധാ മെഷീനാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ പറഞ്ഞ പാവാട ഇതാണ് കേട്ടോ. ഈ പാവാടനെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു നെയ്റ്റിൻ്റെ ഇതിപ്പോൾ കണ്ടോ, അതിൻ്റെ ഉൾഭാഗം ആണ് ഇത്. പിന്നെ പുറം ഭാഗം നല്ല കള്ളിയാണ് കേട്ടോ. കള്ളിയില്ല തുണിയാണ്. പക്ഷേ എങ്കിൽ ഇത് മറിച്ചിട്ടപ്പോൾ കണ്ടോ വെറും കളറായില്ലേ. ഇനി നമ്മളതിൻ്റെ വീതി കൂടിയ ഭാഗം അടിഭാഗത്തേക്കായി പിന്നെ മേലെ ഭാഗം നമ്മൾ ഈ നെഞ്ചിൻ്റെ അവിടം വരെ ഈ സിബ് നിൽക്കണ അത്ര സ്ഥലം നമ്മൾ മുറിച്ചാൽ മതി. അതാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം തന്നെ നമ്മൾ ഈ കള്ളിയും പുള്ളിയൊക്കെ വരുന്ന ഭാഗത്തേക്കാക്കിയാണ്ട് കയറ് ഇടാനില്ല ആ സ്ഥലം സംഭവം ഉണ്ടാക്കിയാൽ മാത്രം മതി. പിന്നെ താഴെ ഭാഗം ഒന്ന് മടക്കി നമ്മൾ നെയ്റ്റിക്ക് തന്നെ വെച്ചത് മാത്രം അടിച്ചരുത്. കാരണം അത് ചിലപ്പോൾ താഴേമേലേക്കായി വരും നമ്മളിങ്ങനെ രണ്ടാമത് അടിച്ച് വരുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യുക, ആ താഴെ ഭാഗം ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഒന്ന് ശരിക്ക് റൗണ്ടാക്കിയാണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയില്ല, നല്ല പിന്നെ സൂപ്പറായ അടിപ്പാവാട തയ്ക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊരു ഉപകാരമുള്ള സംഭവമാണ്. ഈ നെയ്റ്റിയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. എല്ലാവരും ഇപ്പോൾ പുള്ളിയും കള്ളിയും ഒക്കെ ഇപ്പോൾ വീണ്ടും കളർ ഇറങ്ങി വരൽ തുടങ്ങിയിരിക്കണം. അതിൻ്റെ മുമ്പൊക്കെ വെറും പുള്ളിയാണ്. പക്ഷേ വലിയ വലിയ പുള്ളികളും അങ്ങനത്തെ ഒന്നും പറ്റൂല കേട്ടോ. ഈ കോട്ടൺ ഉണ്ടല്ലോ 100 വെച്ച് തേച്ച പോലത്തെ പുള്ളികൾ, ചിലത് നമ്മൾ കഴുകുമ്പോഴത്തിന് അങ്ങോട്ട് പറ്റ ഇളകി പോണേ. ആ തുണിയൊക്കെ നല്ല സൂപ്പറാട്ടോ, അടിച്ചാലും അറിയില്ല. പിന്നെ നല്ല 2 പാവാട നമ്മളെപ്പോഴും നല്ലത് എന്തായാലും നമ്മൾ സൂക്ഷിച്ച് വെക്കുമല്ലോ. അത്യാവശ്യം എന്തിനേലും എവിടേലൊക്കെ ഒന്ന് ഇടണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒന്നല്ലല്ലോ ഇടുക. അപ്പോൾ ഇത് നല്ല ഉപകാരം കേട്ടോ. പിന്നെ കുറച്ച് പ്രായമായ ആളുകൾക്കൊക്കെ കനം കുറഞ്ഞ അതിനൊക്കെ ഇത് നല്ലതാണ്, സൂപ്പറാണ്. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം.